Welcome to Entrance Physics, part 61. Some questions from Elasticity. അതിൻ്റെ പോസ്റ്റിങ്സ് കാണണമെന്നുള്ളവർ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി. ഇലാസ്റ്റിസിറ്റി ഞാൻ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 2-3 പോസ്റ്റിങ്സേ ഉള്ളൂ. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് കാണാം. Question number 1. A rod of negligible weight is suspended from 2 wires of same length and cross-section. A load W is attached to the rod midway between the wires. If the Young's modulus of one wire is half that of the other, the tensions developed in the wires when the rod is horizontal. A. T1 equals T2 equals W by 2. W എന്ന് പറഞ്ഞാൽ കെട്ട് തൂക്കിയിട്ടിരിക്കുന്ന വെയിറ്റ് ലോഡ്. B. T1 equals W by 3. T2 equals 2W by 3. C. T1 equals 2W by 3. T2 equals W by 3. D. T1 equals W by 4. T2 equals 3W by 4. ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ചെയ്യുന്ന 2 ത്രെഡ് ഈക്വൽ ലെങ്താണ്. രണ്ടിനും ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതിൽ നിന്നൊരു ലൈറ്റ് റോഡ്, അതിൻ്റെ വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്യാം, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലിൽ നിന്ന് ഒരു വെയിറ്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ലോഡ് കൊടുത്തു കഴിയും, ഇത് വ്യത്യസ്ത ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ്. ഇതിൻ്റെ യങ്സ് മോഡുലസ് തമ്മിലുള്ള റേഷ്യോ 1:1 പകുതിയാണ്. അപ്പോൾ അതായത് Y1 by Y2 ഈക്വൽസ് 1/2. ഈ ബീം ഈ റോഡ് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുമ്പോൾ ഇത് 2 ടെൻഷനും എത്രയാണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കണമെങ്കിൽ ഇതിലുണ്ടായ എക്സ്റ്റൻഷനും ഇൻക്രീസ് ഇൻ ലെങ്ത്, ഇതിൻ്റെ ഇൻക്രീസ് ഇൻ ലെങ്ത് ഈക്വലായിരിക്കണം. ലോഡ് കൊടുക്കുമ്പോൾ രണ്ടും വലിയും. ഇൻക്രീസ് ഇൻ ലെങ്ത് രണ്ടിൻ്റെ ഈക്വൽ ആണെങ്കിലേ ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കൂ. യങ്സ് മോഡുലസിൻ്റെ ഫോർമുല Y ഈക്വൽസ് F ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ബൈ എഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ അല്ലെ റെസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ഇൻക്രീസ് ഇൻ ലെങ്ത്. ഇവിടെ ഡെൽറ്റ L ഈക്വൽസ് ഇതിൽ നിന്ന് ഡെൽറ്റ L എടുത്താൽ F ഇൻറ്റു L ബൈ A ഇൻറ്റു Y. പക്ഷേ ഡെൽറ്റ L 2 വയേഴ്സിന് സെയിം ആയിരിക്കണം, ഇത് ഹൊറിസോണ്ടലായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തോ എഴുതാം, T1L ബൈ AY1 ഈക്വൽസ് T2L ബൈ AY2. രണ്ടിൻ്റെ ലെങ്ത് സെയിമാ, ഏരിയ സെയിമാ. അപ്പോൾ ഈ കോമൺ ആയിട്ട് സെയിമായിട്ട് വരുന്നത് എഴുതണമെന്നില്ല, ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. T1 by Y1 ഈക്വൽസ് T2 by Y2 ഓർ T1 by T2 ഈക്വൽസ് Y1 by Y2. Y1 by Y2 ഈസ് 1/2 എന്ന് തന്നിട്ടുണ്ട്. ഫ്രം വിച്ച് T2 ഈസ് 2T1. പക്ഷേ T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. സോ T1 പ്ലസ് T2 ഈക്വൽസ് W. T1 പ്ലസ് T2 ഈസ് W. ഇവിടുന്ന് T2 ഇൻറ്റു 1 ഈക്വൽസ് 2 ഇൻറ്റു T1. അപ്പോൾ T2 ഈക്വൽസ് 2T1. ഇതിൽ നിന്ന് കിട്ടും T1 പ്ലസ് T2 ഈസ് W. ഈ T2ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ T1 പ്ലസ് 2T2 ഈക്വൽസ് W ഓർ 3T1 ഈക്വൽസ് W. ദറ്റ് മീൻസ് T1 ഈക്വൽസ് W by 3. T1 W by 3 ആണെങ്കിൽ T2 ഈസ് 2W by 3. അപ്പോൾ യങ്സ് മോഡുലസ് കൂടിയത് ആകെ 1:2 റേഷ്യോ, 2 1 3.
മൂന്നിൽ രണ്ട് ടെൻഷൻ യങ്സ് മോഡുലസ് കൂടിയ വയർ ഡെവലപ്പ് ചെയ്യും. ബാക്കി W/3 1/3 W മോഡുലസ് കുറഞ്ഞ മെറ്റീരിയൽ എടുക്കുക. അങ്ങനെ പെട്ടെന്ന് കണക്കൂട്ടി എടുക്കാനുള്ള ഉള്ളത്. ഈ സ്റ്റെപ്സ് ഒന്നും എഴുതി ചെയ്യേണ്ട കാര്യമില്ല. അത് പരിചയമായിട്ട് തന്നെയാണുള്ളൂ. അപ്പോൾ റേഷ്യോ നോക്കിയാൽ മതി. ഇപ്പോൾ 1:4 ആണെങ്കിൽ ഒന്ന് 1/5 into W, ദി അതർ ഈസ് 4/5 into 1 minus 1/4. 1 minus 1/5 4/5 W. അങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ യങ്സ് മോഡുലസ് ഇവിടെ Y1/Y2 ഈസ് 1/2 എങ്കിൽ Y2 ആണല്ലോ വലുത്. അപ്പോൾ Y2 കൂടുതൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ആകെ ലോഡിൻ്റെ 2/3 സെക്കൻഡ് വയർ പ്രൊവൈഡ് ചെയ്തുകൊള്ളും. ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുമ്പോൾ ചെയ്ത് പഠിച്ചുകൊള്ളു. Another one, a reinforced concrete column is subjected to compression by a certain load. Given that the modulus of elasticity of concrete is 1/10 of that of iron. Reinforced concrete, that of iron, and the cross-sectional area of the iron is 1/20th of that of concrete. Load on concrete and iron. ചോയ്സസ് തന്നിട്ടുണ്ട്. ഞാൻ ചോയ്സ് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇവിടെയും അയൺ കമ്പി ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കോൺക്രീറ്റ് പില്ലർ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പില്ലർ. അതിൽ W എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ലോഡ് ഈ കോൺക്രീറ്റും അയൺ ബാറുകളും കൂടാണ് താങ്ങേണ്ടത്. രണ്ടിൻ്റെയും കംപ്രഷൻ സെയിം ആയിരിക്കണം. ഇവിടെ കംപ്രഷനാണ് വരുന്നത്. ലോഡ് മുകളിൽ നിന്ന് താഴോട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ഡിക്രീസ് ഇൻ ലെങ്ത് കോൺക്രീറ്റ് പാർട്ടിൻ്റെയും അയൺ പാർട്ടിൻ്റെയും സെയിം ആയിരിക്കണം. മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പോൾ ΔL ഈക്വൽസ് F/L/A/Y ഓർ F കോൺക്രീറ്റ് L. രണ്ടിടത്ത് L സെയിം പില്ലർ ആകുമ്പോൾ ആ കമ്പിയുടെ ലെങ്തും കോൺക്രീറ്റ് മൊത്തം പില്ലറിൻ്റെ ലെങ്തും എല്ലാം സെയിം. അപ്പോൾ L സെയിമാണ്. അപ്പോൾ ഇതിനെ L അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ F കോൺക്രീറ്റ് ഇൻറ്റു L ബൈ A concrete into Y concrete equals F iron L by A iron Y iron Young's modulus. ഇവിടുന്ന് FC/FI ഈക്വൽസ് A concrete into Y concrete by A iron into this much. A concrete by A iron is 20 എന്ന് തന്നിട്ടുണ്ട്. അയണിൻ്റെ ക്രോസ് സെക്ഷൻ കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ്റെ 1/20th എന്ന് പറയുന്നുണ്ട്. അപ്പോൾ A iron by A concrete is 1/20 or A concrete by A iron is 20 into Young's modulus of iron കോൺക്രീറ്റിൻ്റെ അയണിൻ്റെ ചോദ്യം പറഞ്ഞത് assume given that the modulus of elasticity of concrete is 1/10 that of iron എന്നാ. അപ്പോൾ Y concrete by Y iron is 1/10. Y concrete by Y iron is 1/10. So 20 into 1/10, that is 2. You get the FC/FI equals 2. But FC plus FI equals W. FC is 2FI. 2 into FI. So 2FI plus FI or 3FI equals W, or FI equals W/3. And the F concrete is 2W/3. ഇതിന് മുമ്പേ ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം തന്നെ.
Another one. The following 4 wires are made of the same material. Which of these will have the largest extension when the same tension is applied? A. Length equals 300 centimeter, diameter equals 300 millimeter. അതാണ് ആദ്യത്തെ വയർ. 2. അല്ലെ ബി. length equals 50 centimeter, diameter equals 0.5 millimeter. C. Length equals 100 centimeter, diameter equals 1 millimeter. D. Length equals 200 centimeter, diameter equals 2 millimeter. നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് delta L equals F into L by A into L, or F സെയിം ടെൻഷനാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ടെൻഷൻ കമ്പിയിലെ ടെൻഷൻ അല്ല ലോഡ്, അത് വിട്ട് കളയാം. സെയിം ആ രണ്ട് കമ്പിയിലും സെയിം ഏരിയ, സെയിം മെറ്റീരിയലാണ്, വൈകൾ വിട്ട് കളയാം. പോയിട്ട് എഫും വൈയും രണ്ട് കമ്പിക്കും ഒരുപോലെ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ ഈക്വൽസ് എൽ ബൈ എ. എന്ന് പറഞ്ഞാൽ കമ്പിയുടെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ. അതിൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്. പൈ ആർ സ്ക്വയർ ആണെന്നുള്ള ഏരിയ. ആർ എന്ന് പറഞ്ഞാൽ ഡി ബൈ 2, ഡയമീറ്റർ ബൈ 2. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 4. പൈയും 4ഉം കളാ. പോയിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി സ്ക്വയർ എന്നങ്ങ് എടുത്താൽ മതി. ചുരുക്കത്തിൽ ഡെൽറ്റ എൽ ഈസ് എൽ ബൈ ഡി സ്ക്വയർ. ആദ്യത്തെ കമ്പിയുടെ മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ഒന്നും മാറ്റാൻ പോകണ്ട. ആദ്യത്തെ കമ്പിയുടെ ലെങ്ത് എല്ലാം ലെങ്ത് ഒരേ യൂണിറ്റിൽ ആയിരിക്കണം, ഡയമീറ്റർ ഒരേ യൂണിറ്റിലായിരിക്കണം. ഇവിടെ ഇപ്പം ഇത് സെൻറ്റിമീറ്ററിലും ഡയമീറ്റർ മില്ലിമീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതുപോലെ അങ്ങ് ഇട്ടാൽ മതി. ആദ്യത്തെ കേസ് 300 ബൈ ഡയമീറ്റർ 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡി സ്ക്വയർ 9, 300 ബൈ 9, ദാറ്റ് ഈസ് അബൌട്ട് 33.3. രണ്ടാമത്തെ കേസിൽ L 50 by diameter is 0.5. അപ്പോൾ ഡയമീറ്റർ സ്ക്വയർ ഈസ് 0.25. 50 by 0.25 is 200. അടുത്ത കമ്പിയുടെ 100 ലെങ്ത് ബൈ ഡയമീറ്റർ ഈസ് 100 by 1 സ്ക്വയർ per 100. ലാസ്റ്റ് 200 L by D is 2 millimeter, by D square is 2 square. 200 by 4, 50. അപ്പോൾ 33.3, 200, 100, 50. അപ്പോൾ കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് എക്സ്റ്റൻഷൻ ഏതിലായിരിക്കുമെന്നാണ്. സെക്കൻഡ് വയറിൽ അവിടെ അല്ലേ എൽ ബൈ ഡി സ്ക്വയർ 200 വന്നിരിക്കുന്നത് കൂടുതൽ. അപ്പോൾ ചോയ്സ് ഈസ് ബി. L equals length equals 50 centimeter and diameter is 0.5 millimeter. Another one. The lower edge of a square slab of side 50 centimeter and thickness 20 centimeter is rigidly fixed to the base of a table. A tangential force of 30 Newton is applied to the slab. If the shear modulus of the material is 4 into 10 raised to 10 Newton per meter square, then the displacement of the upper edge of the slab in meter is A. 4 into 10 raised to minus 12, B. 4 into 10 raised to minus 10, C. 6 into 10 raised to minus 10, D. 6 into 10 raised to minus 12, E. 8 into 10 raised to minus 10. സംഭവം ഒരു ബ്ലോക്ക്, അതിൻ്റെ അപ്പർ ഫേസും ലോവർ ഫേസും സ്ക്വയറുകളാണ്. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ, 50 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറാണ്. തിക്നെസ് 20.
അപ്പർ എഡ്ജിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നപ്പോൾ ഷിയർ ചെയ്യും, ഷേപ്പ് തെറ്റും. ഇതാ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ തീറ്റ. എങ്കിൽ ഈ അപ്പർ ലെയറിൻ്റെ ഷിഫ്റ്റ് എത്ര എന്നാണ് ചോദ്യം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എൽ എന്നിരിക്കണം. നമുക്കറിയാം റിജിഡിറ്റി മോഡുലസ് എൻ ഈക്വൽസ് എഫ് ബൈ എ തീറ്റ, ഫ്രം വിച്ച് തീറ്റ ഈക്വൽസ് എഫ് ബൈ എ എൻ. എഫ് 30 ന്യൂട്ടണാണ്. ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 50 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഫേസിൻ്റെ ഏരിയ, ആ ഫേസിലാണല്ലോ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൻ്റെ സ്ക്വയർ ഇപ്പോൾ 50 × 10⁻² മീറ്റർ ആക്കുമ്പോൾ ആൻസർ മീറ്ററിൽ വേണം. സ്ക്വയർ അപ്പോൾ ഏരിയ ആയി ഇൻറ്റു മോഡുലസ് ഓഫ് ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് എൻ ഈസ് ഗിവൺ ടു ബി 4 × 10⁻10. From this answer is 30 × 10⁻10. I'm sorry, ഇവിടുന്ന് തീറ്റ ഇവിടുന്ന് 30 × 10⁻10 റേഡിയൻ. പക്ഷേ നമുക്കറിയാം ഇവിടുന്ന് എസ് ഈക്വൽസ് ആർ തീറ്റ. ഈ ചെറിയ ഇവിടുത്തെ ഡീഫോർമേഷൻസൊക്കെ ഇലാസ്റ്റിസിറ്റിയിലെ ഡീഫോർമേഷൻ എപ്പോഴും വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് കുത്തി ഒടിച്ച് പോകില്ലേ. അപ്പോൾ ചെറിയ അപ്രോക്സിമേഷൻസ് ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിനെ ഒരു ആർക്കായിട്ട് ഡി എൽ ലെങ്ത് ഉള്ള ഒരു ആർക്കാണെന്ന് സങ്കല്പിച്ചാൽ എസ് ഈക്വൽസ് ആർ തീറ്റ. അപ്പോൾ ഡി എൽ ഈക്വൽസ് ദിസ് ഇൻറ്റു തീറ്റ. ഇത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ തീറ്റ ഈക്വൽസ് dl by l, from which dl equals l into theta. Substitution l is 20 centimeter, അതിനെ മീറ്റർ ആക്കണം. 20 × 10⁻² ഇൻറ്റു തീറ്റ ഈസ് ഇപ്പം കിട്ടിയത് 30 × 10⁻10. ആൻസർ ഈസ് 6 × 10⁻10 മീറ്റർ. Another one. Two wires are made of the same material and have the same volume. The first wire has cross-sectional area capital A and the second wire has area 3A. If the length of the first wire is increased by delta L on applying a force F, how much force is needed to stretch the second wire by the same amount? A 9F, B 6F, D 4F, E F. F itself. രണ്ട് ഒരേ ലെങ്ത് ഉള്ളതും ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമായ രണ്ട് വയർസ്. ഒന്നിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, രണ്ടാമത്തിൻ്റെ 3A. ആദ്യത്തെ വയറിൽ എഫ് എന്ന് പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ, എക്സ്റ്റൻഷൻ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഡെൽറ്റ എൽ. അതേ ഇൻക്രീസ് സെക്കൻഡ് വയറിലുണ്ടാകാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നാണ് ചോദ്യം. നമുക്കറിയാമല്ലോ ഡെൽറ്റ എൽ ഈക്വൽസ് എഫ് ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു വൈ ഈക്വൽസ്. ഇവിടെ എ രണ്ട് കമ്പിയുടെ എല്ല് മെറ്റീരിയൽ ഒന്ന് തന്നെയാണ്, സെയിം മെറ്റീരിയലാണ്. അപ്പോൾ ഈ വൈ വിട്ട് കളയാം. സെയിം മെറ്റീരിയൽ ആകുമ്പോൾ ഈ കാൽക്കുലേഷനകത്തുനിന്ന് വൈ അങ്ങ് എടുത്ത് കളയാം. പോയിട്ട് ഡെൽറ്റ എൽ ഈക്വൽസ് എഫ് ഇൻറ്റു എൽ ബൈ എ, അത് സെയിം ആയിരിക്കണം രണ്ട് കമ്പിക്കും. അപ്പോൾ F1L1 ബൈ A1 ഈക്വൽസ് F2L2 ബൈ A2. That is F2, F1ൻ്റെ സ്ഥാനത്ത് എഫ്, ആദ്യം കൊടുത്ത ഫോഴ്സ് ഫസ്റ്റ് വയറിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് F1 ഈസ് എഫ് ഇൻറ്റു L1 എന്നുള്ള എൽ ബൈ A1 ഈസ് എ. അപ്പോൾ FL ബൈ എ, ഇത് ഫസ്റ്റ് വയറിൻ്റെ ടേമ, ഈക്വൽസ് F2 ഇത് അൺനോൺ ഇൻറ്റു ഏരിയ 3A ക്രോസ് സെക്ഷൻ്റെ, എങ്കിൽ ലെങ്ത് L ബൈ 3A. കാരണം വോളിയം സെയിം ആണെന്ന് പറയുന്നുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഏരിയ 3A ആണെങ്കിൽ ലെങ്ത് മറ്റേ ലെങ്ത് 1/3 വരണം, L ബൈ 3 ഇൻറ്റു 3A എന്ന് പറഞ്ഞാൽ L ഇൻറ്റു എ, സെയിം വോളിയം ആസ് ദി ഫസ്റ്റ് ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് വയർ.
അപ്പോൾ ഇവിടെ എല്ലിന് പകരം സെക്കൻഡ് വയറിൻ്റെ കേസിൽ എൽ ബൈ 3 ബൈ എക്ക് പകരം 3a, ഇത് രണ്ടും കൂടെ 9, ദറ്റ് ഈസ് ഡിനോമിനേറ്ററിൽ 9 വരും. അപ്പോൾ F2 L ബൈ 9 ഇൻറ്റു എ, ഓർ F2 ഈക്വൽസ്, ബാക്കി എൽ ബൈ എ എടുത്ത് കളയാമല്ലോ, 9F. The choice is A, 9F. Thank you.